Dear students, welcome to Sapphire Future Academy Board Booster Series. This is biology class. We continue Animal Kingdom Part 2. In this session, we have discussed about 3 phyla. Which is the most primitive phylum or first phylum? Phylum Porifera. Second phylum, tissue level of organization is seen in which phylum? Phylum Coelenterata. Then third, phylum Ctenophora. These 3 phylums will be discussed in this session. Okay, are you ready? Let's start. Classification of animal kingdom based on common fundamental features. What are the criteria for classification of animal kingdom? What are the criteria? തൊട്ട് മുന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? സെല്ലുലാർ ഓർഗനൈസേഷൻ, സിമ്മട്രി, സീലം, then next is ന്യൂട്രീഷൻ, then ഒരെണ്ണം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? സീലം കൂടാതെ ഒരെണ്ണം പറഞ്ഞത് അതിന്റെ ബ്ലാസ്റ്റോമിയേഴ്സ് വെച്ചിട്ട് ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ഡിപ്ലോബ്ലാസ്റ്റിക്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഓരോ ഫൈലത്തിന്റെയും ഫീച്ചേഴ്സ് പഠിക്കുകയാണ്. ഫസ്റ്റ് ഫൈലം ഈസ് ഫൈലം പോരിഫെറ. ദ കോമൺ നെയിം ഈസ് സ്പോഞ്ചസ്. Why it is called as sponges? Sponges. You all see a sponge. എല്ലാവരും കണ്ടു കാണുമല്ലോ. എങ്ങനെയാ സ്പോഞ്ച് ഇരിക്കുന്നത്? So many pores are there. അതുപോലെ തന്നെയാണ് ആരും കാണുന്നത്? സ്പോഞ്ചസും കാണുന്നത്, പോരിഫെറയും കാണുന്ന. പേര് നോക്കാം, പോരിഫെറ, പോഴ്സ്. അതായത് അവരുടെ ബോഡി വിച്ച് ഇസ് ഫുൾ ഓഫ് പോഴ്സ്. അതുകൊണ്ടാണ് അതിനെ സ്പോഞ്ചസ് എന്ന് പറയുന്നത്. അതിന്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്? സെല്ലുലാർ ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞു സെല്ലുലാർ ഓർഗനൈസേഷൻ ലാസ്റ്റ് സെഷൻ പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്കൂ. ന്യൂമറസ് സെൽസ് അഗ്രിഗേറ്റ് ടുഗെദർ, അല്ലെ? ന്യൂമറസ് സെൽ അഗ്രിഗേറ്റ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഫോംസ് ടിഷ്യൂസ്. ടിഷ്യൂ ആയിട്ടില്ല, സെൽസ് അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരുമിച്ച് കുറെ സെൽസ് ഒരുമിച്ച് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതാണ് പ്രിമിറ്റീവ് ഫൈലം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഫസ്റ്റ് പോയിന്റ്, ഹാബിറ്റാറ്റ്. Most of them are marine. All are marine എന്ന് പറയുന്നില്ല. Most of them are marine. Asymmetrical. What do you mean by asymmetrical? എന്താണ് asymmetry? ഒരു കാരണവശാലും നമുക്ക് എന്ത് കിട്ടില്ല? 2 equal halves കിട്ടില്ല, അല്ലേ? Asymmetrical and cellular level of organization. Cellular level, cells ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, സെൽസ് ആണ്. അത് എന്തായി മാറിയിട്ടില്ല? ടിഷ്യൂ ആയിട്ട് മാറിയിട്ടില്ല. Then second point is food intake, gaseous exchange and excretion occurs through the water transport system. This is very important point. Water transport system or water canal system. അവിടെ എന്തൊക്കെയാണ്? food intake, then gaseous exchange and excretion. ഇത് മൂന്നും നടത്തുന്നത് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർ വാട്ടർ കനാൽ സിസ്റ്റം. അപ്പൊ എന്തായിരിക്കും ഈ വാട്ടർ കനാൽ എന്ന് പറയുന്നത്? വാട്ടർ ഫ്ലോസ്, അല്ലെ? വെള്ളം ഒരു ഭാഗത്തൂടെ അകത്തേക്ക് കയറി അത് അതിന്റെ സെന്ററിലേക്ക് പോയി മറ്റൊരു ഭാഗത്തേക്ക് കൂടി പുറത്തേക്ക് വരിക. വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇവിടെ നോക്കുക, വാട്ടർ എൻറ്റർ ത്രൂ പോഴ്സ്. ആ പോഴ്സിന് പറയുന്ന പേര് ഓസ്റ്റിയ. വാട്ടർ എൻറ്റർ ത്രൂ പോഴ്സ് ആൻഡ് ഇൻടു, എന്നിട്ട് അത് എവിടേക്ക് പോകും? ഒരു ക്യാവിറ്റിയിലേക്ക് പോകും. ദാറ്റ് ക്യാവിറ്റി ഈസ് നോൺ ആസ് സ്പോഞ്ചോസീൽ ആൻഡ് കംസ് ഔട്ട് ത്രൂ, പുറത്തേക്ക് വരുന്ന എന്ത് വഴിയാണ്? ഓസ്കുലം. അപ്പോ വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറയുന്നത് അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഓസ്റ്റിയ. ഓസ്റ്റിയയിലൂടെ വെള്ളം അകത്തേക്ക് കയറും. ദെൻ കംസ് ടു സ്പോഞ്ചോസീൽ. എന്നിട്ട് ഓസ്കുലം, ഓസ്കുലത്തിലൂടെ പുറത്തേക്ക് വരും. അപ്പൊ ഇങ്ങനെ വാട്ടർ മൂവ് ചെയ്യുന്നതിന് പറയുന്നതാണ് വാട്ടർ എൻറ്റർ
ഏതിലൂടെയാണ് അകത്തേക്ക് എൻ്റർ ഇൻടു ഓസ്റ്റിയ, then through spongocoel and to osculum water comes out through osculum. ഈ ഒരു ചാനലിനെയാണ് എന്ത് പറയുന്നത്? വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ദ നമ്പർ ഓഫ് ഓസ്റ്റിയ, ഓസ്റ്റിയയുടെ നമ്പർ എന്ന് പറയുന്നത് ഒരുപാട് എണ്ണമുണ്ട്. പക്ഷേ ഓസ്കുലം എന്ന് പറയുന്നത് ഒരെണ്ണേ കാണുകയുള്ളൂ. അപ്പൊ മക്കളൊന്ന് സപ്പോസ് ചെയ്തേ, വെള്ളം ഓസ്റ്റിയയിലൂടെ അകത്തേക്ക് കയറി സ്പോഞ്ചോസീലിലൂടെ അത് ഓസ്കുലം വഴി പുറത്തേക്ക് വരിക. ഈ സമയത്ത് എന്തൊക്കെ നടക്കും? ഫുഡ് ഇൻടേക്ക് ഈസ് ദേർ അല്ലെ, അവരുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട്, ഗേഷ്യസ് എക്സ്ചേഞ്ച്, അവിടെ സിമ്പിൾ ഡിഫ്യൂഷൻ തന്നെയാണ്. ആൻഡ് ഓൾസോ എക്സ്ക്രീഷൻ occurs through this water transport system or water canal system. Water enters through pores called ostia and goes out through osculum via central cavity. That central cavity is known as spongocoel. Sponges inde coelum cavity, spongocoel. Another important point, spongocoel is lined by collar cells or choanocyte. Spongocoel is totally lined by choanocyte or collar cell. Collar cells are flagellated, having flagella. കോളർ സെൽസ് എന്ന് പറയുമ്പോൾ ഒരു കോളർ സെൽ ഇവരുടെ ബോഡി ക്യാവിറ്റിയിൽ മുഴുവൻ ഇതുപോലെയുള്ള കോളർ സെൽസ് ഉണ്ട്. ഈ കോളർ സെൽസിൽ ഉണ്ടോ ഇങ്ങനെ ഫ്ലജല്ലാസ് കാണും. അപ്പോൾ സ്പോഞ്ചോസീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാവിറ്റി ആണല്ലോ. ആ സ്പോഞ്ചോസീൽ ഈസ് ലൈൻഡ് ബൈ കോളർ സെൽസ് ഓർ ക്വാനോസൈറ്റ്സ്. ലുക്ക് ദ പിക്ചേഴ്സ് അല്ലേ, ഹൗ ബ്യൂട്ടിഫുൾ ദീസ് പിക്ചേഴ്സ്. നോക്ക്, ഇതെല്ലാം പോരിഫെറയാണ്. ദീസ് ഓൾ പിക്ചേഴ്സ് ആർ പോരിഫെറ. കണ്ടോ, ഇതെല്ലാം മറൈൻ ആയതുകൊണ്ടാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നത്. ഇത് മറൈൻ ആയതുകൊണ്ടാണ്. ഇതിന്റെ പുറമേയുള്ള ഈ പോറ് കൊണ്ട്, അതുപോലെ ഇതിന്റെ ബോഡിയിൽ നിറച്ചെന്തായിരിക്കും? ചെറിയ ചെറിയ ഹോൾസ് ആയിരിക്കും. ആ ഹോൾസിനെയാണ് നമ്മൾ ഓസ്റ്റിയ എന്ന് പറയുന്നത്. ഈ പുറത്തേക്ക് വരുന്ന പോറിനെയാണ് എന്ത് പറയുന്നത്? ഓസ്കുലം എന്ന് പറയുന്നത്. അതിനകത്ത് എന്തുണ്ട്? സ്പോഞ്ചോസീൽ ഈസ് പ്രസന്റ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ വാട്ടർ കനാൽ സിസ്റ്റം. അതുപോലെ തന്നെ കോളർ സെൽസ്, ക്വാനോസൈറ്റ്, ഈ ഓർഡർ ഓർത്ത് വെക്കുക. ഓസ്റ്റിയ ന്യൂമറസ് കാണും, ഓസ്കുലം എന്ന് പറയുന്നത് ഒരെണ്ണേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, then about digestion. Digestion is intracellular digestion. Intracellular and intercellular. What is the difference between intra and inter? Intra means inside the cell. Inter means in between the cells. ഇതെന്താ? ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസൈഡ് ദ സെൽ. സെല്ലിനകത്താണ് ഇതിന്റെ ഡൈജഷൻ നടക്കുന്നതെന്ന്. ഫുഡ് മെറ്റീരിയൽസ് കിട്ടുന്നത് എങ്ങനെയാണ്? വാട്ടർ വാസ്കുലർ സിസ്റ്റം ആണ് അല്ലേ. അപ്പോൾ ഈ സെല്ലിനകത്താണ് എന്ത് നടക്കുന്നത്? ഡൈജഷൻ നടക്കുന്നത്. അതിനെയാണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. നമ്മൾ സെല്ലുലാർ ലെവൽ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ടിഷ്യൂ ഇല്ലെങ്കിൽ പിന്നെ ഓർഗൻ ഇല്ല എന്നറിയാമല്ലോ അല്ലെ. ഓർഗൻ ഇല്ലെങ്കിൽ എന്തില്ല? ഓർഗൻ സിസ്റ്റവും ഇല്ല. അപ്പൊ ഇവിടെ എന്താണ്? സെല്ലിനകത്ത് തന്നെ ഡൈജഷൻ നടക്കുന്നു. സോ ഇറ്റ് ഈസ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. Another point, body skeleton is made up of spongin fibers. That spongin fibers called as spicules. ആ സ്പോഞ്ചിൻ ഫൈബേഴ്സിന് പറയുന്ന പേരാണ് സ്പിക്യൂൾസ്. കാരണം ബോഡിക്ക് ഒരു ഷേപ്പ്, ഒരു സ്ട്രക്ചർ വേണമല്ലോ. ഈ സ്ട്രക്ചർ വേണമെങ്കിൽ അതിന് എന്ത് വേണം? ഒരു സ്കെലിറ്റൻ വേണമല്ലോ അല്ലെ. സ്ട്രക്ചർ വേണമെങ്കിൽ, ഒരു ആനിമൽ ആണെങ്കിൽ അതിന് എന്തായാലും ഒരു സ്ട്രക്ചർ കാണണമല്ലോ. സ്ട്രക്ചർ വേണമെങ്കിൽ അതിന് സ്കെലിറ്റൻ വേണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ബോഡി skeleton is made up of spongin fibers or spicules. ആ സ്പോഞ്ചിൻ ഫൈബേഴ്സിന് പറയുന്ന പേരാണ് സ്പിക്യൂൾസ്. അതിന്റെ ബോഡി തൊട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡ് തന്നെയാണ് കേട്ടോ, സ്പിക്യൂൾസ്. Then they are hermaphrodites. What do you mean by hermaphrodite? Hermaphrodite means bisexual. Bisexual എന്ന് പറഞ്ഞാൽ എന്താ? മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ഈസ് പ്രസന്റ് ഇൻ സെയിം ഓർഗാനിസം. ഓക്കെ, അതിന് വേറൊരു പേരുകൂടി പറയും, മോണേഷ്യസ് എന്ന് കൂടി പറയും. അപ്പൊ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞാലും, ദെൻ അടുത്തത് ഹെർമാഫ്രോഡൈറ്റിന് തന്നെ പറയുന്ന പേരാണ് ബൈസെക്ഷൽ എന്ന് പറഞ്ഞാലും, വൺ മോർ, മോണേഷ്യസ്. ഇത് മൂന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഹെർമാഫ്രോഡൈറ്റ്സ് ആണ്. ഒരു ഓർഗാനിസത്തിൽ തന്നെ മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് ഓർഗൻ കാണും. ഓക്കെ, അപ്പോ ദീസ് ഓർഗാനിസം ആർ ഹെർമാഫ്രോഡൈറ്റ്. നെക്സ്റ്റ്,
Reproduction asexually by fragmentation. Fragmentation. What do you mean by fragment? Fragment എന്ന് പറഞ്ഞാൽ എന്താ? Small pieces. അപ്പോൾ ഇവരുടെ asexual reproduction, asexual എന്ന് പറഞ്ഞാൽ there is no sex organ, അല്ലേ? Sex organ is not there. അതിനെയുള്ള asexual എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ asexual reproduction എന്ന് പറയുന്നത് fragmentation, ഇവരുടെ ബോഡി ഫ്രാഗ്മെന്റ് ആയി കഴിഞ്ഞാൽ each fragment give rise to new individual. Okay, അതിനെയാണ് reproduction asexually by fragmentation and sexually by formation of gametes. അല്ലേ? Sexually ആണെങ്കിൽ അതിന് എന്താണ്? Gametes are there. Gametes, male gamete and female gamete are there. That gamete fuse together to form zygote. അല്ലേ? അപ്പോൾ asexual ആണെങ്കിൽ by fragmentation, sexual ആണെങ്കിൽ എങ്ങനെയാണ്? By the formation of gamete. Gamete ഉണ്ടെങ്കിൽ അവിടെ fertilization ഉണ്ട്, zygote formation നടക്കും. Okay, then next is fertilization is internal and development of zygote goes through a distinct larval stage. Fertilization internal എന്ന് പറഞ്ഞാൽ എന്താ? Inside the body. What do you mean by fertilization? Fusion of male and female gamete to form zygote. അതിനെ പറയുന്ന പേരാണ് fertilization. ആ സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഇന്റേണൽ ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ കൊടുത്തിരിക്കുന്നത് ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്ട് ഗോസ് ത്രൂ എ ഡിസ്റ്റിങ്ക്ട് ലാർവൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അതെന്താണ്? ഇൻഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയാം. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് എന്തുണ്ട്? ലാർവൽ സ്റ്റേജസ് ഉണ്ട്. സൈഗോട്ട് ഉണ്ടാകും. ആ സൈഗോട്ട് പിന്നീട് കുറെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലാർവൽ സ്റ്റേജസ് അതിനിടയ്ക്ക് ഉണ്ടെന്ന്. അതാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അതിന് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്ന നോക്കുക. സ്പോഞ്ചില. ഇത് കണ്ടോ? സ്പോഞ്ചില. സ്പോഞ്ചില നോക്ക്. ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. പഠിക്കുമ്പോൾ കോമൺ നെയിമും അതിന്റെ സയന്റിഫിക് നെയിമും ദീസ് ടു നെയിംസ് ആർ വെരി ഇമ്പോർട്ടന്റ്. സ്പോഞ്ചില ഓർ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. സെക്കൻഡ് യൂസ്പോഞ്ചിയ. യൂസ്പോഞ്ചിയയ്ക്ക് പറയുന്ന പേരാണ് ബാത്ത് സ്പോഞ്ച്. ദെൻ ലാസ്റ്റ് വൺ ഈസ് സൈക്കൺ. സൈക്കൺ. 3 എക്സാമ്പിൾസ് ആണ് നമ്മുടെ NCERT ടെക്സ്റ്റിലുള്ളത്. ഇത് 3ഉം പഠിച്ചു കൊള്ളണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കോമൺ നെയിമും പഠിക്കണം, അതുപോലെ തന്നെ സയന്റിഫിക് നെയിമും പഠിക്കണം. ഓക്കെ, that's all about porifera. But important point എന്ന് പറയുന്നത് cellular organization, asymmetry, acylomate. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ കനാൽ സിസ്റ്റം. വാട്ടർ കനാൽ സിസ്റ്റമിന്റെ കനാൽ എങ്ങനെയാണ്? അതിന്റെ പാത്ത് എങ്ങനെയാണ്? ഫസ്റ്റ് ബിഗിൻസ് ഫ്രം ഓസ്റ്റിയ, then comes to spongosil, then osculum. Functions of water canal system ആലോചിച്ച് പറയൂ. ആലോചിച്ച് നോക്കുക. ഫങ്ഷൻസ് അല്ലെ? ഫുഡ് ഗ്യാദറിംഗ് ഉണ്ട്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഉണ്ട്, വൺ മോർ എക്സ്ക്രീഷൻ. പിന്നെ എന്താ പറഞ്ഞത്? സ്കെലിറ്റൺ പ്രസന്റ് ആണ്. സ്പിക്യൂൾസ് ഓർ സ്പോഞ്ചിൻ എന്ന് പറയും. വാട്ടർ കനാൽ സിസ്റ്റം ഇസ് ലൈൻഡ് ബൈ കോളർ സെൽസ് ഓർ ക്വാനോസൈറ്റ്സ് വിച്ച് കണ്ടെയ്ൻ. ആ കോളർ സെൽസിൽ എന്തുണ്ട്? ഫ്ലജെല്ലൈസ്. ഓക്കെ, ദെൻ ഹെർമാഫ്രോഡൈറ്റ്, ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ, reproduction asexually by fragmentation and sexually by gamete formation, fertilization indirect. Example spongilla, euspongia and cyc. Okay, then second phylum. Which is second phylum? Second phylum is phylum Coelenterata. Coelenterata or Cnidaria. Phylum Coelenterata or Cnidaria. Aquatic, sessile or free swimming. Aquatic, അത് കാണുന്നത് aquatic ആണ്. ഫ്രഷ് വാട്ടർ ഓർ മറൈൻ. ഫ്രീ സ്വിമ്മിംഗ് ഓർ സെസൈൽ. സെസൈൽ ആയിട്ട്, സെസൈൽ ഓർ ഫ്രീ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ, സെസൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു എ സബ്സ്റ്റൻസ്. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് സെസൈൽ. ഫ്രീ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഡിപ്പെൻഡന്റ് ആണ്. അവരെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് രണ്ട് ഫോംസ്. അവരുടെ ബോഡി ഫോംസ് തന്നെ രണ്ടാണ്, സെസൈൽ ഓർ ഫ്രീ സ്വിമ്മിംഗ്. ദെൻ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. പോറിഫർ എന്തായിരുന്നു? സെല്ലുലാർ ലെവൽ. ആലോചിച്ച് നോക്കുക, പ്രിമിറ്റീവ് ആണ്. അടുത്ത ഫൈലമാണ് സീലൻഡ്രേറ്റ, ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയി
അല്ലേ? അതിന് എന്ത് സംഭവിച്ചു? ടിഷ്യൂ ലെവൽ. സെൽ ഗ്രൂപ്പ് ടുഗദർ ടു ഫോം ടിഷ്യൂസ്. ടിഷ്യൂ ആയിട്ടുണ്ട്, പക്ഷെ എന്തായിട്ടില്ല? ഓർഗൻ ആയിട്ടില്ല. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. Then diploblastic. What do you mean by diploblastic? Di means two, blastic അതായത് അവരുടെ എംബ്രിയോയിലെ 2 germ layers are present. Which are the 2 germ layers? Outer ectoderm and inner endoderm. The ectoderm and endoderm, in between these 2 layers എന്താ ഉള്ളത്? മറ്റൊരു ഫോം നമ്മൾ പറഞ്ഞല്ലോ, Mesoglea, a jelly-like structure called as mesoglea, which is acellular. But diploblastic ആണ്, diploblastic ആണ്. Then radial symmetry. Radial symmetry. What do you mean by radial symmetry? Any plane passing through the center divide the organism into 2 equal half. Radial symmetry. ഏത് പ്ലെയിനിലൂടെ മുറിച്ചാലും 2 equal halves കിട്ടും. Acelomate. Acelomate means no coelom. Body cavity is totally absent. Okay. Once again, aquatic, 2 body forms are present, sessile or free swimming, tissue level of organization, diploblastic, radial symmetry, acelomate. Then second point, a polyp is sessile. അതായത് നമ്മൾ പറഞ്ഞു 2 body forms are present. One is called as polyp and second one is medusa. അതിൽ polyp form എന്ന് പറയുന്നത് sessile ആണ്. Sessile എന്ന് പറഞ്ഞാൽ which is attached to other organs, not organs, other substance. മറ്റേതെങ്കിലും സബ്സ്റ്റൻസിൽ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് polyp. Polyp is sessile and cylindrical form. Polyp is sessile and cylindrical form. Example, hydra. ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഹൈഡ്ര. ഇത് കൊടുത്തിരിക്കുന്ന നോക്കിയേ, ദിസ് വൺ ഈസ്, ഇതെന്ത് കാണിച്ചിരിക്കുന്നത്? ഹൈഡ്ര അല്ല, ഇത് ഏതാണ്? സീ അനിമോൺ ആണ്. കടൽ പൂക്കൾ എന്ന് പറയും അല്ലെ? കടൽ പൂവാണ് കാണിച്ചിരിക്കുന്നത്, പോളിപ് ഫോം ആണ് കാണിച്ചിരിക്കുന്നത്. മകൾ അവിടെ നോക്കുക, ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. വി കോൾ ഇറ്റ് ആസ് പോളിപ്. ദാറ്റ് ഈസ് സെസൈൽ ഫോം. ഓക്കെ. സെക്കൻഡ് ഫോം ഈസ് മെഡുസ. മെഡുസ. മെഡുസ ഈസ് ഫ്രീ സ്വിമ്മിംഗ്, അംബർല ലൈക്ക്. അവരെങ്ങും പറ്റി പിടിച്ചിരിക്കില്ല. ഫ്രീ സ്വിമ്മിംഗ് ആൻഡ് അംബർല ലൈക്ക്. എക്സാമ്പിൾ, ഒറീലിയ ഓർ ജെലി ഫിഷ്. ലുക്ക് ദിസ് ഡയഗ്രാം. നോട്ട് ഡയഗ്രാം, ദിസ് പിക്ചർ. പിക്ചർ നോക്കുക, എങ്ങനെയാ അത് കാണുന്നത്? അംബർല ലൈക്ക് അല്ലേ? അവരെങ്ങും ഇരിക്കുന്നില്ല, അവരെപ്പോഴും എന്ത് ചെയ്യാണ്? ഫ്രീ സ്വിമ്മിംഗ് ആണ്, അവര് സ്വിമ്മ് ചെയ്തുകൊണ്ടേയിരിക്കും. ദീസ് ആർ ദ 2 body forms present in phylum Coelenterata. Which are they? First one is polyp. Polyp is sessile form and second one is medusa. Medusa is free swimming form. Example of polyp, hydra and adamsia. Adamsia എന്ന് പറയുന്നത് സീ അനിമോൺ ആണ് കേട്ടോ. സീ അനിമോണിന് പറയുന്ന പേരാണ് അഡാംസിയ. Then ഒറീലിയ. ഒറീലിയാണ് ജെലി ഫിഷ്. അതായത് അതിനെ കണ്ടു കഴിഞ്ഞാൽ കടലിനകത്ത് ജെൽ എന്താണെന്നറിയാലോ, അതുപോലെ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അതിന് ജെലി ഫിഷ് എന്ന് പറയാൻ കാരണം. Then third point, the central gastrovascular cavity has a single opening called hypostome. The central gastrovascular cavity, ഇവരുടെ നടുക്കായിട്ട് gastrovascular cavity ഉണ്ട്. Gastrovascular cavity. Gastrovascular cavityയിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതിന് ഒരൊറ്റ ഓപ്പണിംഗേ ഉള്ളൂ, ഹാവിങ് സിംഗിൾ ഓപ്പണിംഗ്. ദാറ്റ് ഓപ്പണിംഗ് ഈസ് കോൾഡ് ആസ് hypostome. That hypostome is surrounded by sensory tentacle. ഇപ്പൊ ഹൈഡ്രേനെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഹൈഡ്ര ഇതിങ്ങനെ ഒരു സിംഗിൾ ഓപ്പണിംഗ് കാണും. ഈ സിംഗിൾ ഓപ്പണിങ്ങിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്ത് കാണും? ടെന്റാക്കിൾസ് കാണും. കണ്ടോ? ഇങ്ങനെ. ഇതിനെയാണ് നമ്മൾ ഹാവ് സിംഗിൾ ഓപ്പണിങ്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ്. അതിന് ചുറ്റുമായിട്ട് ഇതാണ് സിംഗിൾ ഓപ്പണിംഗ്. ഇതിന് പറയുന്ന പേരാണ് ഹൈപ്പോസ്റ്റോം. The central gastrovascular cavity has a single opening called hypostome, which is surrounded by sensory tentacles. അതിന് ചുറ്റുമായിട്ട് സെൻസറി ടെന്റാക്കിൾസ്. മകളപ്പോൾ ഒരു കാര്യം, സെൻസറി ആണ് അവരുടെ അല്ലെ, സെൻസേഷൻ ആണ്, സെൻസറി ടെന്റാക്കിൾസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? നിഡോബ്ലാസ്റ്റ് ആർ പ്രസന്റ് ഓൺ ടെന്റാക്കിൾ. ഈ ടെന്റാക്കിൾസിൽ നിഡോബ്ലാസ്റ്റ് ആർ പ്രസന്റ്. ദാറ്റ് നിഡോബ്ലാസ്റ്റ്
contain nematocyst. ഈ ഡയഗ്രം നോക്കുക. This is nidoblast. Nidoblast contain nematocyst. നെമറ്റോസിസ്റ്റിലാണ് ഒരു സ്റ്റിങ്ങിങ് സെല്ലാണ്. ഇതിന്റെ ഫങ്ഷൻ ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ ഇവരുടെ ടെന്റക്കിൾസിൽ എന്തുണ്ട്? നിഡോബ്ലാസ്റ്റ് ഉണ്ട്. നിഡോബ്ലാസ്റ്റിൽ എന്തുണ്ട്? നെമറ്റോസിസ്റ്റ് ഉണ്ട്. നെമറ്റോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഒരു സ്റ്റിങ്ങിങ് ആയിട്ടുള്ള ഒരു ടെൻഡൻസ് പോലെയുള്ള ഒരു ഭാഗമാണ്. സ്റ്റിങ്ങിങ് ആയിട്ടുള്ള ത്രെഡ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ്, അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫൻസ് മെക്കാനിസം ആണ്. ഇപ്പോ ഹൈഡ്ര ആണെങ്കിൽ ഹൈഡ്ര അല്ലെങ്കിൽ സിയാനിമോൺ നോക്കുക. ഇത് മുഴുവൻ ടെന്റക്കിൾസാ. സിയാനിമോൺ കാണിച്ചിരിക്കുന്ന മുഴുവൻ ടെന്റക്കിൾസാ. ഈ ടെന്റക്കിൾസിലെല്ലാം അവർക്ക് ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസം നിഡോബ്ലാസ്റ്റ് ഈസ് പ്രസന്റ്. ഓക്കെ, ദെൻ digestion. Digestion is extracellular, outside the cell. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ആണെന്ന് പറയും. സെല്ലിനകത്ത് നടക്കും, പുറത്ത് നടക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ടിഷ്യൂ ലെവലല്ലേ? ടിഷ്യൂ ലെവൽ എന്ന് പറഞ്ഞാൽ കുറേ സെൽസ് കൂടി ചേർന്നിട്ട്, ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് സെൽ ടുഗദർ ടു പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ. അപ്പൊ കുറേ സെൽസ് കൂടി ചേരുക എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് സ്ഥലമുണ്ടല്ലോ അല്ലേ? അതുകൊണ്ടാണ് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ രണ്ട് തരത്തിലുള്ള ഡൈജഷൻ ഇവർക്ക് കാണാറുണ്ട്. ഇനിയാണ് കോറൽസ്. നിങ്ങൾ കണ്ടു കാണും കോറൽസ്, പുറ്റുകൾ എന്ന് പറയും, പവിഴപ്പുറ്റ്, കോറൽ റീഫ്സ് എന്നൊക്കെ പറയുന്നത്. കോറൽസ് ഹാവ് കാൽഷ്യം കാർബണേറ്റ് സ്കെലിറ്റൻ. ഇതില് കോറൽസ് എന്ന് പറയുന്നതിൽ ഈ ഡയഗ്രം നോക്കിയേ, ഈ കാണിച്ചിരിക്കുന്ന കോറല, കോമൺ ആയിട്ട് കാണുന്ന കോറല. ഇവിടെ നോക്കുക, കോറൽ. അപ്പോൾ ഈ കോറൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡാണ്. നമ്മൾ ഷോക്കേസിലൊക്കെ ചിലരൊക്കെ വാങ്ങി വെക്കാറുണ്ട്. പുറ്റുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കോറൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാൽഷ്യം കാർബണേറ്റ് സ്കെലിറ്റൻ. കോറൽസ് ഹാവ് കാൽഷ്യം കാർബണേറ്റ് സ്കെലിറ്റൻ. അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇൻ സം സീലൻഡ്രേറ്റ്സ്, എല്ലാവർക്കും ഇല്ല, ഇൻ സം സീലൻഡ്രേറ്റ്, എക്സാമ്പിൾ ഒബീലിയ. ഒബീലിയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രം എന്ന് പറയുന്നത്. ഒബീലിയാണ്. ഒബീലിയ ഷോ alternation of generation. Alternation of generation, that means two generation alternately seen in the life cycle of the organism. Two generation. Which are the two generation? Their body forms. Which are the two body forms? The polyp and medusa. അപ്പോൾ ചില ഓർഗാനിസത്തിൽ എന്ത് കാണുന്നുണ്ട്? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഈസ് പ്രസന്റ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് മെറ്റാജെനിസിസ്. പേര് മാറിപ്പോകരുത്, മെറ്റാജെനിസിസ്. ഇനി ഒരു മെറ്റാസ്റ്റാസിസ് വരും. മെറ്റാസ്റ്റാസിസ്, മെറ്റാജെനിസിസ്, അങ്ങനെ പല ടേംസും ബയോളജിയിൽ വരുന്നുണ്ട്. ഇത് മെറ്റാജെനിസിസ്. ഇതെന്താ? പോളിപ് ഫോം പ്രൊഡ്യൂസസ് മെഡുസ. നോക്കുക, പോളിപ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? സെസൈലാണ്. പോളിപ് ഫോം പ്രൊഡ്യൂസസ് മെഡുസ അസെക്ഷുവലി. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി പോളിപ്പ് എന്തായി മാറും? മെഡുസയായിട്ട് മാറും. അതിനുശേഷം നോക്കുക, മെഡുസ പ്രൊഡ്യൂസ്. മെഡുസ എന്ന് പറയുന്നത് എന്താ? ഫ്രീ സ്വിമ്മിംഗ് ആണ്. മെഡുസ പ്രൊഡ്യൂസ് പോളിപ്പ് സെക്ഷുവലി. മെഡുസയിൽ നിന്നും പോളിപ്പ് ഉണ്ടാകും. അതെങ്ങനെയാണ്? സെക്ഷുവലി ആണ് അല്ലെ? അപ്പൊ രണ്ട് ഫോംസ് ഒരേ ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിൾ കാണുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. This term you have already heard in plant kingdom. Alternation of generation, sporophytic generation, gametophytic generation. ഇവിടെ sporophyte, gametophyte അല്ല, ഇവിടെ പറയുന്നത് medusa and polyp. Once again, metastasis. Metastasis is alternation of generation. Polyp form produce medusa asexually and medusa produce polyp sexually. Diagram നോക്കുക, obelia. Obelia shows metagenesis. ഒബീലിയ മെഡുസ കണ്ടോ? മെഡുസ ഫ്രീ സ്വിമ്മിംഗ് ആണ്. അംബർല ഫ്രീ സ്വിമ്മിംഗ് ആണ് കാണുന്നത്. ഒബീലിയ പോളിപ്പ്. പോളിപ്പ് എങ്ങനെയാണ്? അറ്റാച്ച്ഡ് ഫോം ആണ്. സെസൈലാണ്, അറ്റാച്ച്ഡ് ആണ്. ഇത് രണ്ടും ഇവിടെ ഒരു ഓർഗാനിസത്തിൽ തന്നെ കാണാറുണ്ട്. Isn't it? Then comes example. Examples are very important. Their common name and scientific name. ഇത് രണ്ടും പഠിച്ചിരുന്നോളൂ. First one, Meandrina. ഇത് കാണുമ്പോൾ തന്നെ നോക്കി, ഇത് എങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ പോലെയാണ് അല്ലേ? അപ്പൊ ഇതിന്റെ കോമൺ നെയിം ആണ് ബ്രെയിൻ കോറൽ. കോറൽ സ്കെലിറ്റൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്.
ഇതിനെയാണ് മീൻഡ്രൈന. മീൻഡ്രൈന എന്ന് പറഞ്ഞാൽ ബ്രെയിൻ കോറൽ. സെക്കൻഡ് വൺ സീ അനിമോൺ ആണ്, അഡാംസിയ. പവിഴപ്പൂക്കൾ എന്ന് പറയുന്നത്, കടൽ പൂക്കൾ എന്ന് പറയുന്നത് ഇതിനെയാണ് അഡാംസിയ. ദെൻ തേർഡ് ഗോർഗോണിയ. ഇതിരിക്കുന്നത് നോക്കിയേ, ഒരു ഫാൻ പോലെയല്ലേ എന്ന്, നമ്മൾ വീശുന്ന വിശറി പോലെയൊക്കെ ഇരിക്കും ഇത്, സീ ഫാൻ, ഗോർഗോണിയ. ദെൻ ഫൈസാലിയാണ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് പറയും. ഇതിനകത്ത് ഇതും എന്ത് തന്നെയാണ്, ഫ്ലോട്ടിംഗ് ഫോംസ് ആണ്, ഫ്രീ സ്വിമ്മിംഗ് ഫോം ആണ്. അതിൽ കുറെ ടെന്റക്കിൾസ് ഉണ്ട്, കാണുന്ന ടെന്റക്കിൾസ് ഒക്കെ കണ്ട്. ടെന്റക്കിൾസിലെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിഡോബ്ലാസ്റ്റ് ഉണ്ട്, നിഡോബ്ലാസ്റ്റിൽ നെമാറ്റോസിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ മീൻഡ്രൈന, ബ്രെയിൻ കോറൽ. സെക്കൻഡ് അഡാംസിയ, സീ അനിമോൺ. തേർഡ് ഗോർഗോണിയ, സീ ഫാൻ. ആൻഡ് ലാസ്റ്റ് ഫൈസാലിയ, Portuguese man of war. Okay, this is about phylum Coelenterata. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ് ഫസ്റ്റ് ഓർമ്മ വരുന്നത്? Their body forms, two body forms are present. Which are the two body forms? Sessile and free swimming. Sessile form is polyp, free swimming is medusa. അല്ലേ? അതുപോലെ തന്നെ എക്സാമ്പിൾസ്. പിന്നെ അത് എന്ത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. പിന്നെ ഏതാണ് അതിന്റെ ബ്ലാസ്റ്റിക് ഫോം? ഏതാ? ഡിപ്ലോബ്ലാസ്റ്റിക്. പിന്നെ അവരിൽ നെമറ്റോസിസ്റ്റ് എവിടെ കാണുന്നത്? നിഡോബ്ലാസ്റ്റ് ആർ സീൻ ഇൻ ടെന്റാക്കിൾസ്. ഫംഗ്ഷൻ ഓഫ് നിഡോബ്ലാസ്റ്റ് ഡിഫൻസ് മെക്കാനിസം. പിന്നെ എക്സാമ്പിൾസും. ഇത്രയും പോയിന്റ്സ് ആണ് ഇമ്പോർട്ടന്റ്. Then comes to third phylum. Which is the third phylum? Phylum Ctenophora. ഇതൊരു ചെറിയ ഫൈലമാണ്, ഫൈലം ടീനോഫോറ. ടീനോഫോർസ് ആർ സീ വാൾനട്ട് അല്ലെങ്കിൽ സീ ഗൂസ്ബെറി. ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ എന്താ? നെല്ലിക്ക എന്നൊക്കെ പറയും അല്ലെ? സീ ഗൂസ്ബെറി ഓർ കോങ് ജെലീസ് എന്ന് പറയുന്നത്. ടീനോഫോർസ്, ഫൈലം ടീനോഫോർസ്, സീ വാൾനട്ട് ഓർ കോങ് ജെലീസ്. ഫസ്റ്റ് വൺ മറൈൻ. ഇവര് മറൈൻ എന്നല്ല, ഇവര് എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്. മറൈൻ ഫോംസ് മാത്രമേ ഇതിൽ കാണാറുള്ളൂ. എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ് ഇതിനകത്ത്. കാരണം വേറെ ഒരു ഫോംസും കാണാറില്ല, ഫ്രഷ് വാട്ടർ ഫോംസ് ഇവരകത്ത് കാണാറില്ല. എക്സ്ക്ലൂസീവ്ലി മറൈൻ. ആ പോയിന്റ് ഓർത്ത് വെച്ചോളൂ, എക്സ്ക്ലൂസീവ്ലി മറൈൻ. ദെൻ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ടിഷ്യൂ അല്ലെ? സെൽസ് ആർ ഗ്രൂപ്പ് ടുഗദർ ടു ഫോം ടിഷ്യൂ ആൻഡ് പെർഫോം എ ഫംഗ്ഷൻ. ഇതും ടിഷ്യൂ ലെവലാണ്. ഇതിന് മുന്നേ പഠിച്ചത് ഏതാ? സീലൻഡ്രേറ്റ എന്ന് പറയുന്നതും ടിഷ്യൂ ഫോം ആണ്. ദെൻ ഡിപ്ലോബ്ലാസ്റ്റിക് അറിയാലോ? ഡിപ്ലോബ്ലാസ്റ്റിക് embryo has two layers, outer ectoderm and inner endoderm. Then radially symmetry. ഇത് നിങ്ങൾ കേട്ടതല്ലേ? radially symmetry. What do you mean by radial symmetry? Radial symmetry means radial, any plane passing through the center divide the organism into two equal halves. Then last, acoelomate. Coelom is absent, body cavity is absent. Then next, second point, 8 rows of ciliated complates present external. 8 rows of ciliated complates. Cilia എന്ന് പറഞ്ഞാൽ എന്താ? ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണ്. 8 റോസ് സീലിയേറ്റഡ് കോംപ്ലേറ്റ് അതിന് പുറമേ കാണാറുണ്ടെന്ന്. ഈ ഡയഗ്രത്തിൽ നോക്കിയേ, ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് നോക്കിയേ. ഇത് കണ്ടോ? 8 rows of ciliated. 8 rows of അതാണ് ഇവിടെ important. Ciliated complates present externally. Yes. Then next is about digestion. Digestion is extracellular and intracellular. സെയിം തന്നെയാണ് നമ്മൾ സീലൻഡ്രേറ്റി പഠിച്ചത്. സീലൻഡ്രേറ്റ ഈസ് ഓൾസോ ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ. ഹിയർ ഓൾസോ ദ ഡൈജഷൻ ഈസ് എക്സ്ട്രാ ആൻഡ് ഇൻട്രാസെല്ലുലാർ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. എക്സ്ട്രാ അകത്തുണ്ട്, അത് അകത്തും ഡൈജഷൻ, സെല്ലിനകത്തും ഡൈജഷൻ നടക്കും, പുറമേ ഡൈജഷൻ നടക്കും. എക്സ്ട്രാ ആൻഡ് ഇൻട്രാസെല്ലുലാർ. ദെൻ നെക്സ്റ്റ് ഈസ് ബയോലൂമിനിസെൻസ്, അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ്. വാട്ട് ഡു യു മീൻ ബൈ ബയോലൂമിനിസെൻസ്? എമിഷൻ ഓഫ് ലൈറ്റ്. നിങ്ങൾ ഫയർഫ്ലൈനെ കണ്ടല്ലേ? എന്താ മിന്നിനെ കണ്ടിട്ടില്ലേ? അത് ലൈറ്റ് എമിറ്റ് ചെയ്യില്ലേ അല്ലേ? അതുപോലെ തന്നെ ഇവരും ലൈറ്റ് എമിഷൻ നടത്തും. അതിനെയാണ് ബയോലൂമിനിസെൻസ് എന്ന് പറയുന്നത്. ബയോലൂമിനിസെൻസ് കൊടുക്കുന്നവരാണ് ആര്? ഈ പറയുന്ന ഫൈലം ടീനോഫോഴ്സ് എന്ന് പറയുന്നത്. ഫൈലം ടീനോഫോഴ്സ് ഹാവ് ബയോലൂമിനിസെൻസ് എഫക്ട്. ദെൻ നെക്സ്റ്റ് ഇസ് ഹെർമാഫ്രോഡൈറ്റ്. Already discussed. Hermaphrodite or bisexual or monoecious. 2 sex organs are present in
സെയിം ഓർഗാനിസം. ഇവരും ബൈസെക്ഷൽ ആണ്, ഹെർമാഫ്രോഡൈറ്റ് ആണ്. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ, fertilization is external with indirect development. ഇവർക്കുള്ളത് sexual reproduction. That means gametes are present, fertilization is there, zygote formation is there. External fertilization, external, outside the body, fertilization which takes place occur outside the body. And indirect development, that means അതിനിടയ്ക്ക് എന്തുണ്ട്? larval stages are present. Then അതിന്റെ എക്സാമ്പിൾസ് ആണ് ടീനോപ്ലാന, പ്ലൂറോബ്രക്കി. ഇതിനകത്ത് പ്ലൂറോബ്രക്കിയ എന്ന് പറയുന്നതാണ് സീ ഗൂസ്ബെറി. ആ ഡയഗ്രം നോക്കുക, അത് ശരിക്കുണ്ടല്ലോ കോം ജെല്ലി, ജെല്ലി പോലെയല്ലേ ഇരിക്കണേന്ന് നോക്കിയേ. ഗൂസ്ബെറി എന്ന് പറയുന്നത്, സീ ഗൂസ്ബെറി എന്ന് പറയുന്നത് മേളിൽ കാണിച്ചിരിക്കുന്നത് ടീനോപ്ലാന. ഞാൻ പറഞ്ഞു ഇതൊരു ചെറിയ ഫൈലമാണ്, പക്ഷെ ഇവരിൽ ഫസ്റ്റ് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ് കേട്ടോ. എല്ലാ ഓർഗാനിസംസും അതിനകത്തുള്ളത് എന്താണ്? മറൈൻ ഫോംസ് ആണ് കാണുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഫൈലം ടീനോഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? 3 ഫൈലമാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ഫൈലം ഏതാണ്? ഫൈലം പോറിഫെറ. അതാണ് ഏറ്റവും പ്രിമിറ്റീവ് ഫൈലം എന്ന് പറയുന്നത്. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സെല്ലുലാർ. സെക്കൻഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി ഫൈലം സീലൻഡ്രേറ്റ, ടിഷ്യൂ ലെവലായി. അടുത്തത് വന്നപ്പോൾ നോക്കി ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മാറി അല്ലേ. എന്താണത്? അടുത്തത് വന്നത് ടീനോഫോഴ്സ് എന്ന് പറയുന്നത് ടിഷ്യൂ ലെവൽ തന്നെയാണ്, പക്ഷെ സീലൻഡ്രേറ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മാറി. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഫൈലംസ് പഠിക്കാം. ഓക്കെ, താങ്ക് യു.